2024 ഫിൻലാൻഡ് പുതിയ നയങ്ങൾ നടപ്പിലാക്കി. അതുവഴി തൊഴിൽ വിസ പ്രക്രിയ കാര്യക്ഷമമാക്കുകയും 2025 അന്താരാഷ്ട്ര പ്രൊഫഷണലുകൾക്ക് ഇത് കൂടുതൽ ആക്സസ് ചെയ്യാൻ സാധിക്കുകയും ചെയ്യുന്ന തരത്തിലുള്ള തൊഴിൽ വിസ നയങ്ങളാണ് പുതുക്കിയിരിക്കുന്നത്. ഫിൻലാൻഡിന്റെ അഭിവൃദ്ധി പ്രാപിക്കുന്ന സമ്പദ് വ്യവസ്ഥയ്ക്ക് സംഭാവന നൽകുന്ന സാങ്കേതികവിദ്യ, ആരോഗ്യ സംരക്ഷണം, ഹരിത ഊർജം തുടങ്ങിയ മേഖലകളിലെ വിദഗ്ധ തൊഴിലാളികളെ ആകർഷിക്കാനായാണ് ഈ ഒരു മാറ്റങ്ങൾ കൊണ്ട് ലക്ഷ്യമിടുന്നത്. അപ്ഡേറ്റുകളിൽ വേഗതയേറിയ പ്രോസസ്സിംഗ് സമയം, മെച്ചപ്പെട്ട ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ, വിപുലീകരിച്ച കുടുംബ പുനരേകീകരണ ഓപ്ഷനുകൾ എന്നിവയാണ് ഇതിൽ ഉൾപ്പെടുന്നത്. ഡാറ്റ് സ്കോളർഷിപ്പ് റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് ഫിൻലാൻഡിന്റെ തൊഴിൽ വിസ നടപടിക്രമങ്ങൾ ലളിതമാക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചത് ആഗോള പ്രതിഭാ വിപണിയിൽ മത്സരക്ഷമത നിലനിർത്തുന്നതിനുള്ള വിശാലമായ തന്ത്രത്തിന്റെ ഭാഗമായാണ്. വിസ പ്രക്രിയ കൂടുതൽ കാര്യക്ഷമമായി നാവിഗേറ്റ് ചെയ്യാൻ ഈ ഒരു നയ അപ്ഡേറ്റുകൾ അന്താരാഷ്ട്ര തൊഴിലാളികളെ സഹായിക്കുന്നു. ഇനി 2025 ഫിൻലാൻഡിന്റെ തൊഴിൽ വിസ പ്രക്രിയയിലെ പ്രധാന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാം. 2024 അവതരിപ്പിച്ച പുതിയ നയങ്ങൾ ഫിൻലാൻഡിലെ വൈവിധ്യമുള്ള പ്രൊഫഷണലുകൾക്ക് ആകർഷകമായ സ്ഥലമാക്കി മാറ്റുക എന്നതാണ് ഇതിന്റെ ഉദ്ദേശം. പ്രധാന അപ്ഡേറ്റുകളിൽ മിക്ക തൊഴിൽ വിസകളുടെയും കുറഞ്ഞ പ്രോസസ്സിംഗ് സമയം ഇതിൽ ഉൾപ്പെടുന്നു. മിക്ക അപേക്ഷകളും ഇപ്പോൾ 2 മുതൽ 4 മാസത്തിനുള്ളിൽ പ്രോസസ് ചെയ്ത് നൽകുകയും ചെയ്യുന്നുണ്ട്. കൂടാതെ എൻഡ് ഓഫ് ഫിൻലാൻഡ് പോർട്ടൽ പോലുള്ള ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ നടപടിക്രമങ്ങൾ കാര്യക്ഷമമാക്കിക്കൊണ്ട് ഓൺലൈനായി രേഖകൾ സമർപ്പിക്കാൻ അപേക്ഷകരെ അനുവദിക്കുന്നു. കൂടാതെ ഫിൻലാൻഡ് കുടുംബ പുനരേകീകരണ ഓപ്ഷനുകൾ വിപുലീകരിച്ചുകൊണ്ട് വിസയുള്ളവരുടെ ഭാര്യമാർക്കും കുട്ടികൾക്കും റെസിഡൻസ് പെർമിറ്റിന് കൂടുതൽ എളുപ്പത്തിൽ അപേക്ഷിക്കാൻ സാധിക്കുകയും ഇതുവഴി ചെയ്യും. അതേസമയം അപേക്ഷ നൽകുന്നതിനുള്ള സമയവും കാലതാമസവും എങ്ങനെയാണെന്ന് നോക്കാം. പൊതു അവധി ദിനങ്ങളും തിരക്കേറിയ അവധിക്കാലവും കാരണം ഉണ്ടാകാൻ സാധ്യതയുള്ള കാലതാമസത്തെക്കുറിച്ച് അപേക്ഷകർ നിർബന്ധമായും അറിഞ്ഞിരിക്കണം. ഇതിനെ സംബന്ധിച്ച് പുറത്തുവന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഫിനിഷ് സർക്കാർ ഓഫീസുകൾ ന്യൂ ഇയർ, ക്രിസ്മസ് അവധി ദിവസങ്ങളിലും വേനൽക്കാല മാസങ്ങളിൽ, അതായത് ജൂലൈ, ഓഗസ്റ്റ് മാസങ്ങളിൽ മുഴുവനും അടച്ചുപൂട്ടുകയോ പരിമിതമായ ജീവനക്കാരുമായി പ്രവർത്തിക്കുകയോ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സമയങ്ങളിൽ പ്രോസസ്സിംഗ് കാലതാമസം ഒഴിവാക്കാൻ അപേക്ഷകർ അവരുടെ അപേക്ഷകൾ മുൻകൂട്ടി തന്നെ സമർപ്പിക്കാൻ നിർദ്ദേശിക്കുന്നു. കൂടാതെ ഒരു ഫിനിഷ് തൊഴിൽ വിസയ്ക്ക് അപേക്ഷിക്കാനുള്ള നടപടികൾ എന്തൊക്കെയാണെന്ന് അറിയാം. റിസർച്ച് ആൻഡ് ഡിമാൻഡ് തൊഴിലുകൾ, AI, ടെക്നോളജി, ഹെൽത്ത് കെയർ, എഞ്ചിനീയറിംഗ്, ഗ്രീൻ എനർജി, ടൂറിസം എന്നിങ്ങനെ ഫിൻലാൻഡ് മുൻഗണന നൽകുന്ന ഈ ഒരു മേഖലകളെയാണ് ഇത് ലക്ഷ്യമിടുന്നത്. കൂടാതെ ഈ മേഖലകളിലെ കമ്പനികൾ തൊഴിൽ വിസകൾ സ്പോൺസർ ചെയ്യാൻ കൂടുതൽ സാധ്യതയുണ്ട്. നിങ്ങളുടെ യോഗ്യത സ്ഥിരീകരിക്കുക. ഒരു ഫിനിഷ് തൊഴിലുടമയിൽ നിന്നുള്ള ജോലി വാഗ്ദാനം, പ്രസക്തമായ യോഗ്യതകൾ, മതിയായ സാമ്പത്തിക സ്രോതസ്സുകളുടെ തെളിവ്. ഇതൊരു 3 മാസത്തേക്ക് 6000 രൂപയാണ് കണക്കാക്കുന്നത്. ആരോഗ്യ ഇൻഷുറൻസ് എന്നിവ ഉൾപ്പെടുന്ന ആവശ്യമായ മാനദണ്ഡങ്ങൾ നിങ്ങൾ പാലിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പാക്കുകയും ചെയ്യണം. ശരിയായ വിസ തരം തിരഞ്ഞെടുക്കുക. തൊഴിലിന്റെ സ്വഭാവം അനുസരിച്ച് ഫിൻലാൻഡ് നിരവധി തൊഴിലവസരങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. കൂടാതെ സാധാരണ ജീവനക്കാർ, ടെക് സംരംഭകർ, ഗവേഷകർ, സീസണൽ തൊഴിലാളികൾ തുടങ്ങിയ ഉയർന്ന ഡിമാൻഡുള്ള മേഖലകളിലെ സ്പെഷ്യലിസ്റ്റുകൾക്കായുള്ളതാണ് ഏറ്റവും സാധാരണമായ ഈ ഒരു തരങ്ങൾ. അപേക്ഷ തയ്യാറാക്കുക. സാധുവായ പാസ്പോർട്ട്, ജോലി ഓഫർ, യോഗ്യതകളുടെ തെളിവ്, ആരോഗ്യ ഇൻഷുറൻസ്, സാമ്പത്തിക സ്രോതസ്സുകളുടെ തെളിവ് എന്നിവ ഉൾപ്പെടെ ആവശ്യമായ എല്ലാ രേഖകളും ശേഖരിക്കുക. എൻഡ് ഓഫ് ഫിൻലാൻഡ് പ്ലാറ്റ്ഫോമിലൂടെ നിങ്ങളുടെ ഡോക്യുമെന്റുകളുടെ സ്കാൻ ചെയ്ത പകർപ്പുകൾ സമർപ്പിക്കുന്നതിന് പ്രക്രിയ വേഗത്തിലാക്കുകയും ചെയ്യുന്നു. അപേക്ഷ സമർപ്പിക്കുക. അപേക്ഷകൾ ഓൺലൈനായോ ഫിനിഷ് എംബസിയിൽ നേരിട്ടോ സമർപ്പിക്കാം. അപേക്ഷാ ഫീസ് ഓൺലൈൻ സമർപ്പിക്കലുകൾക്ക് €495, പേപ്പർ സമർപ്പണങ്ങൾക്ക് €695 ആണ് വരുന്നത്. കൂടാതെ വ്യക്തിഗത സംയോജന പദ്ധതി പരിഗണിക്കുക. ഈ കാര്യം നിർബന്ധമല്ലെങ്കിലും ഈ വ്യക്തിഗത സംയോജന പദ്ധതി ഉൾപ്പെടെ നിങ്ങളുടെ അപേക്ഷ ശക്തിപ്പെടുത്താം. ഇത് ഫിന്നിഷ് അല്ലെങ്കിൽ സ്വീഡിഷ് പഠിക്കാനും ഫിന്നിഷ് സമൂഹവുമായി സമന്വയിപ്പിക്കാനുമുള്ള ഫിൻലാൻഡ് അപ്ഡേറ്റ്സ് വർക്ക് വിസ പോളിസി നിങ്ങളുടെ പ്രതിബദ്ധതയിൽ പ്രകടമാകും.